ഇപ്പൊ എല്ലാവർക്കും PPT കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ സെക്ഷൻ തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് PPT കാണാൻ പറ്റിയില്ല. ആൻഡ് മോർ ദാൻ ദാറ്റ് കുറെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഫോർ ദി സേക്ക് ഓഫ് ഓൾ ദോസ് സ്റ്റുഡൻസ്, നമുക്ക് ഇത് ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് വിൽ കണ്ടിന്യൂ. ഓക്കെ, എനിക്ക് നിങ്ങൾ ഒരു കാര്യം കൂടെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ സ്ലൈഡുകൾ ചേഞ്ച് ചെയ്യുമ്പം സ്റ്റക്ക് ആവുന്നുണ്ടോന്നുകൂടെ പറയണം. ഓക്കെ, ചിലപ്പോൾ ഇതിൽ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലായതുകൊണ്ടാണോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്ലൈഡ് ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ സ്ലൈഡ് മാറുന്നില്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് വോയിസിൽ റിപ്ലൈ തരണം. ഫൈൻ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ വി ആർ ഗോയിങ് ത്രൂ അക്കാഡമിക് റൈറ്റിംഗ്. That is writing for academic and professional success. So in this particular text, you will be dealing with different kinds of academic writing. So academic kind of writing is not a common way we do. Like നമ്മളൊരു നോർമൽ രീതിയിൽ സാധാരണ രീതിയിലുള്ള ഒരു എഴുത്തോ അല്ലെങ്കിൽ the thing which you read in മാഗസിൻസിലും അതുപോലെയുള്ള യൂട്യൂബ് വീഡിയോസിലോ ആർട്ടിക്കിൾസിലോ ഒക്കെ കാണുന്ന ഉള്ള ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ആക്ച്വലി ഡിസ്കസിങ് അബൌട്ട് എ സീരിയസ് വേ ഓഫ് റൈറ്റിംഗ്. കുറച്ചുകൂടെ പ്രൊഫഷണൽ കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി ഒരു തേർഡ് ഇയറിൽ എത്തുമ്പോൾ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് വർക്ക് ഏറ്റെടുത്ത് ചെയ്യുമ്പോഴോ, ഓർ ഇഫ് യു ആർ ഗോയിങ് ടു ഡു എ റിസർച്ച് വർക്ക്, PGക്ക് നിങ്ങൾ ഡെസേർട്ടേഷൻ ചെയ്യുമ്പോൾ, അതായത് നിങ്ങളൊരു പ്രൊജക്ട് എടുത്ത് ചെയ്യേണ്ടി വരും, ഒരു റിസർച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ ഫ്യൂച്ചർ കുറച്ചുകൂടെ ഹയർ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പോകുമ്പോൾ PhD അങ്ങനത്തെ റിസർച്ച് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ദർ റൈറ്റിംഗ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ് ടു ഡു. അവിടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടു കൂടി നമുക്ക് തോന്നുന്ന രീതിയിൽ വാട്ട് വി ഫീൽ, വളരെ സബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയും. നമുക്ക് എന്താണോ തോന്നുന്നത് അത് അതേപോലെ എഴുതുക എന്നുള്ളത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. നമ്മളൊരു റൈറ്റിംഗ്, ഫോർമൽ റൈറ്റിംഗ്, ഇൻഫോർമൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ, അതായത് ഫോർമൽ ലെറ്റർ റൈറ്റിംഗും ഇൻഫോർമൽ ലെറ്റർ റൈറ്റിംഗും ഉണ്ട് അല്ലെ. നമ്മുടെ ഒരു ഫ്രണ്ടിന് കത്തെഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രയോഗങ്ങളും നമ്മൾ അത് തന്നെ ഒഫീഷ്യലി ഒരു ഓഫീസിലേക്ക് കത്തയക്കുമ്പോഴും രണ്ട് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പബ്ലിക് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഭാഷയാണെങ്കിൽ പോലും the way we present certain things are different. So that difference is also there in writing too. അതുകൊണ്ടാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്നത് ഒരു പേപ്പർ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നത്. Okay, so I'm changing the slide. Hope you can see this. Please say yes or no. Yes, ma'am. Okay, so this is the first chapter, that is Introduction to Academic Writing. Writing skill expectations change as a student moves from school to college. ഞാൻ ഇതൊന്നും ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാം, ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ്. കുറച്ച് ഇല്ലാത്തിരുന്ന കുട്ടികൾക്ക് കൂടി വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, അതുകൊണ്ടൊന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം. സോ അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽ ഈസ് നീഡഡ് ഫോർ സക്സസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞതുപോലെ യു ആർ നോട്ട് നൗ സ്കൂൾ സ്റ്റുഡൻസ്, യു ആർ ഡൂയിങ് എ ഹയർ എഡ്യൂക്കേഷൻ. നിങ്ങളൊരു ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണ് ചെയ്യുന്നത് അല്ലെ, ഗ്രാജുവേഷൻ ആണ് ചെയ്യുന്നത്. സോ ദ വേ യു റൈറ്റ് ആൻഡ് ദ വേ യു പ്രസന്റ് തിങ്സ് ഷുഡ് ബി ഡിഫറെന്റ്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരുമ്പോൾ ആ അസൈൻമെന്റ് നിങ്ങൾ ഏത് രീതിയിൽ നമുക്ക് ടീച്ചേഴ്സിന് തരണം, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ അത് കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കണം എന്നുള്ളതിനൊക്കെ നമ്മൾ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി, ചെറിയൊരു സ്കൂൾ കുട്ടി എഴുതുന്നത് പോലെ അല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെ. സോ ദാറ്റ് ഡിഫറൻസ്, അത് എങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാൻ പോകും. So I had already told you, academic writing എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഒരു എബിലിറ്റി ഒന്നുമല്ല. യു ക്യാൻ ഡെലിബറേറ്റ്ലി പ്രാക്ടീസ് ആൻഡ് മേക്ക് തിങ്സ് ബെറ്റർ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സൈക്കിളൊക്കെ ഓടിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നീന്തൽ പഠിക്കുന്നത് പോലെ, ബൈ പ്രാക്ടീസ് യു ക്യാൻ മേക്ക് തിങ്സ് ബെറ്റർ. ഓക്കെ, യു ക്യാൻ മാസ്റ്റർ അക്കാഡമിക് റൈറ്റിംഗ്. ആൻഡ് ഓൾസോ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇംഗ്ലീഷിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി കൂട്ടുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ, ഇഫ് യു ആർ ഏബിൾ ടു റൈറ്റ് തിങ്സ് ഇൻ എ ബെറ്റർ വേ, ഇഫ് യു ആർ ഏബിൾ ടു പ്രസന്റ് യുവർ സെൽഫ് ഇൻ റൈറ്റിംഗ്, ലൈക്ക് നിങ്ങളൊരു റെസ്യൂമേ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ എഴുതുമ്പോഴോ ഒക്കെ, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് നിങ്ങളൊരു കത്ത് അയക്കുമ്പോഴൊക്കെ അവിടെ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് വേ ഓഫ് റൈറ്റിംഗ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഓഫ് കോഴ്സ് വിൽ ഹെൽപ്പ് യു ഇൻ മെനി വേ. ഓക്കെ, I'm on the second slide, academic writing again. So academic writing, as I had already told you, is a formal
way of writing, and as it is a formal way of writing, it follows a well defined pattern. വളരെ ഡെഫിനറ്റ് ആയിട്ട് ഒരു പാറ്റേൺ ഉണ്ട്. ഒരു കത്ത് എഴുതുമ്പോൾ അതിനകത്ത് നമ്മൾ ഫ്രമും ടൂവും സബ്ജക്റ്റും അതിന്റെ പിന്നെയുള്ള പാരഗ്രാഫും താങ്ക്സും സല്യൂട്ടേഷനും ഒക്കെ വെച്ച് എഴുതുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാതരം അക്കാഡമിക് റൈറ്റിങ്ങിനും അതിൻ്റെതായ ഒരു വെൽ ഡിഫൈൻഡ് പാറ്റേൺ ഉണ്ട്. Okay, non-academic writing is informal and without any predictable pattern. So now we are discussing about a comparison, or we are doing a comparison between academic writing and non-academic kind of writing. നിങ്ങളൊക്കെ ഏത് തരം റൈറ്റിംഗ് ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും അക്കാഡമീഷ്യൻസ് ആണ്, നിങ്ങളെല്ലാം സ്കോളേഴ്സ് ആണ് അല്ലെ. കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ ഓഫ് ലേണിംഗിലേക്കാണ് നിങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്നത്. സോ നാച്ചുറലി യു ആർ കൺസിഡേർഡ് ടു ബി സ്കോളേഴ്സ് ഓർ അക്കാഡമീഷ്യൻസ്. അപ്പൊ നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം റൈറ്റിംഗ് എന്ന് പറയുന്നത്, academic level of writing in the പറയുന്നത്. So this academic level of writing is actually entirely different from a non-academic kind of writing. നമ്മളൊരു മാഗസിനിൽ ഒരു കഥ വായിക്കുന്നതോ അല്ല സാധാരണ ഒരു റൈറ്റപ്പ് വായിക്കുന്നതോ പേപ്പറിൽ ന്യൂസ് വായിക്കുന്നതും ഒന്നും ശരിക്കും പറഞ്ഞാൽ അക്കാഡമിക് റൈറ്റിംഗ് അല്ല. അതിന് അതിൻ്റെതായ ഒരു പാറ്റേൺ മാത്രമാണ് അവർ ഫോളോ. അതിനൊരു പാറ്റേൺ ഉണ്ട് ഇല്ല പറയുന്നില്ല, പക്ഷെ അക്കാഡമിക് റൈറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. റൈറ്ററിന്റെ താല്പര്യത്തിനനുസരിച്ച് അതിനകത്ത് പല മാറ്റങ്ങളും വരുത്താം. ഓക്കെ, സോ അക്കാഡമിക് റൈറ്റിംഗ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കില്ലാണെന്ന് പറഞ്ഞു അല്ലെ, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, ഓർ ഇഫ് യു ക്യാൻ പ്രാക്ടീസ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്, പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ ദേ ആർ സജസ്റ്റിംഗ് ഫ്യൂ പ്രീ റിക്വസൈറ്റ്സ് ഫോർ ലേണിംഗ്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണെങ്കിൽ ബേസിക്കലി സൈക്കിൾ വേണം അല്ലെ, സൈക്കിളിൽ എങ്ങനെ ഇരിക്കണം എന്നറിയണം, സൈക്കിൾ ആദ്യം അത് കൈ പിടിച്ച് ഉരുട്ടി നടക്കാനെങ്കിലും അറിയണം അറ്റ്ലീസ്റ്റ്, റൈറ്റ്. പിന്നെ അത് ബാലൻസ് ചെയ്യണം, ബാലൻസ് ഓടിച്ചിട്ടാണ് നമ്മൾ ബാലൻസിങ് പഠിക്കുന്നത്, ചിലപ്പോൾ വീണുന്ന് വരാം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെയും ഈ സ്കിൽ അക്വയർ ചെയ്യാനും നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ വാട്ട് ആർ ദോസ് പ്രീ റിക്വസൈറ്റ്സ് ഓഫ് ഫോർ ലേണിംഗ് അക്കാഡമിക് റൈറ്റിംഗ്? നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രീ റിക്വസൈറ്റ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം എഴുതി തുടങ്ങുക. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു യു ഷുഡ് കീപ് എ ജേർണൽ. ദാറ്റ് ഇസ് എ സെക്കൻഡ് പോയിന്റ്. ജേർണൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു നോട്ട്ബുക്ക് ആവാം, അല്ലെങ്കിൽ ഇത് യു ക്യാൻ ടേക്ക് എ ഡയറി, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരു ഡയറിയിലോ ഒരു നോട്ട്ബുക്കിലോ എന്തിലാണെങ്കിലും എഴുതി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളോ വാട്ട് എവർ ഇറ്റ് മേ ബി. സോ ദർ ഇസ് നോ വൺ ടു ജഡ്ജ് യു. അവിടെ നിങ്ങളെ ജഡ്ജ് ചെയ്യാനും അയ്യോ ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇത് ഫുൾ ഗ്രാമർ മിസ്റ്റേക്ക് ആണ്, ഇതിൽ ലോജിക്കൽ ഓർഡർ ഇല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ജഡ്ജിങ് ഒന്നും വരുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ യു വിൽ ഐഡന്റിഫൈ വാട്ട് ആർ ദി ഫോൾട്സ്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷെ നമുക്ക് നമ്മളായിട്ട് എഴുതുമ്പോൾ, നമ്മുടെ തന്നെ ഡയറിയിൽ എഴുതുമ്പോൾ വേറെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടിയില്ലാതെ അത് എഴുതാനും സാധിക്കും അല്ലെ. അപ്പൊ സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ് ആൻഡ് ഫോർ ദാറ്റ് യു ഷുഡ് കീപ് എ ജേർണൽ. പിന്നെ എഴുതുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബേസിക് സ്കിൽ അല്ലെ. ലാംഗ്വേജിൽ 4 സ്കിൽസ് ആണ് നമ്മൾ പറയാറ്. ഏതൊക്കെയാണ്? റീഡിങ്ങും, ഏത് ഭാഷ അറിയുകയാണെങ്കിലും 4 സ്കില്ലാണ് ബേസിക്കലി അറിയുകയാണെങ്കിലാണ് നമുക്ക് ആ ലാംഗ്വേജ് അറിയാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏതൊക്കെയായിരിക്കും ആ 4 എണ്ണം? 2 എണ്ണം ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. റീഡിങ്, റൈറ്റിംഗ് ആൻഡ് 2 എണ്ണം കൂടെ ഉണ്ട്. ആർക്കാ പറയാൻ പറ്റുക? യെസ്, സ്പീക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. റൈറ്റ്, സ്പീക്കിംഗ്. അണ്ടർസ്റ്റാൻഡിങ്ങിന് വേറൊരു വേർഡ് യൂസ് ചെയ്യാം, ലിസണിങ്. യെസ്, ലിസണിങ്. സോ LSRW എന്ന് പറയും, LSRW അല്ലെ. ലിസൺ ചെയ്യുക, സ്പീക്ക് ചെയ്യുക, അതുപോലെ റീഡ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു കഴിവാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കേട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, പിന്നെ സംസാരിക്കാൻ തുടങ്ങുന്നു, പിന്നെ നമ്മളത് വായിക്കാൻ കുറച്ചുകൂടെ പഠിക്കും. വായിക്കുന്നതിന്റെ കൂടെ വരുന്നതാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഏത് ഇപ്പൊ അക്കാഡമിക് കൈൻഡ് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ പോലും, നമുക്കിപ്പോ ഒരു അക്കാഡമിക് ലെവൽ റിസർച്ച് പേപ്പർ അല്ല നിങ്ങൾ എഴുതുന്നതെങ്കിൽ പോലും, ഒരു കഥയോ കവിതയോ ആണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അവിടെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവം എന്താണ്? വായിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. സോ റീഡിംഗ് ഈസ് അനദർ പ്രീ റിക്വസൈറ്റ് ഫോർ സ്റ്റാർട്ടിംഗ് റൈറ്റിംഗ്. I'm moving to another slide. Think critically. Critically കാര്യങ്ങൾ അനലൈസ് ചെയ്യുക.
It is a process of inspecting something closely and reflecting on it. ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ ഇപ്പം ഏറ്റവും എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ് കൊറോണയും അതുപോലെ വാക്സിനുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ വാക്സിൻ അസോസിയേറ്റഡ് ആയിട്ട് ഒരു ലേഖനം നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും വാരി വലിച്ച് എഴുതുക എന്നുള്ളതല്ല അക്കാഡമിക് റൈറ്റിംഗ്. Right? So first of all, you should think critically, you should analyze the whole thing, you should do a research on that. Right? Develop research skill എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യത്തെ പറ്റിയാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുക, അവെയിൽ ചെയ്യുക. ഏതൊക്കെ സോഴ്സിൽ നിന്നാണെങ്കിലും ചിലപ്പം ഒരു ബുക്കിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് സോഴ്സുകളിൽ നിന്നായിരിക്കാം കിട്ടുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ പേഷ്യൻസിന്റെ അടുത്ത് ഒക്കെ നമുക്ക് ഈ പറയുന്ന ഇൻഫോർമേഷൻസ് കിട്ടിയെന്ന് വരും. ഓക്കെ, അപ്പം അതെല്ലാം അക്വയർ ചെയ്യുന്നതിനാണ് നമ്മൾ റിസർച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുക. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ച് വേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുക, അതിനെപ്പറ്റി ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുക. ക്രിട്ടിക്കലി പറഞ്ഞാൽ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അതിനെപ്പറ്റി വളരെ ഗഹനമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നതും അക്കാഡമിക് റൈറ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് വൺ ഓഫ് ദി ഫോർമോസ്റ്റ് തിങ്, ഏറ്റവും ലാസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലേൺ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. നിങ്ങളുടെ സബ്ജക്ട് ഇപ്പൊ നമ്മൾ നിങ്ങൾ ഡിഗ്രി എങ്ങനെ എടുത്തത്? പ്ലസ് ടുവും അല്ലെങ്കിൽ 10th വരെ ഉള്ള ഒരു സബ്ജക്റ്റിന്റെ പാറ്റേണിലല്ല നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നത് അല്ലെ. യു ആർ സ്പെഷ്യലൈസിങ് ഇൻ എ പെർട്ടിക്കുലർ സബ്ജക്ട്, റൈറ്റ്? സോ ഇത് യു ആർ ഫ്രം ഫിസിക്സ് ബ്രാഞ്ച് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ്, ഓർ എൽസ് ഫ്രം ബികോം ഓർ ഇസ്ലാമിക് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ ബോട്ടണി ആണ്. സോ ലൈക്ക് ദിസ് യു ആർ കമ്മിങ് ഫ്രം എ പെർട്ടിക്കുലർ ബ്രാഞ്ച്. അപ്പൊ അതിലാണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, ആ ഒരു സബ്ജക്റ്റിലാണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സോ വെൻ യു ആർ സ്പെഷ്യലൈസിങ് ഇൻ എ പെർട്ടിക്കുലർ സബ്ജക്ട്, ആ സബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എന്താ പറയാ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ടാവും, റൈറ്റ്? അത്തരത്തിലുള്ള ടേംസിനെ കുറിച്ച് മനസ്സിലാക്കുക. കാരണം ഇത്തരത്തിലുള്ള ടേംസ് ആയിരിക്കും അക്കാഡമിക് ലെവൽ ഓഫ് റൈറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാക്കുകളെക്കാളും കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസും കുറച്ചുകൂടെ ആ സബ്ജക്ട് നന്നായിട്ട് അറിയുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകളുമായിരിക്കും ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക, അല്ലെ? ഇപ്പോ ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടേംസ് സ്ട്രക്ചറലിസം, അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം, അല്ലെങ്കിൽ ഫെമിനിസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ടേംസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട്, അതായത് നിങ്ങളുടെ ഡിസിപ്ലിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് കീ വേർഡ്സ് എന്ന് പറയും, കീ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അങ്ങനത്തെ കീ വേർഡ്സും ഫ്രേസസും എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു നോളേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടു സ്റ്റാർട്ട് അക്കാഡമിക് റൈറ്റിംഗ്. ആക്ച്വലി ഇത് എടുത്തു, ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, ഫീൽ ഫ്രീ ടു ആസ്ക്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത മാറ്റർ ആണ്. രണ്ട് തരം ഇതല്ലേ, അക്കാഡമിക് മെറ്റീരിയലും അതുപോലെ നോൺ അക്കാഡമിക് മെറ്റീരിയലും. അക്കാഡമിക് മെറ്റീരിയൽ എന്ന് പറയുമ്പം ബുക്സ്, അതുപോലെ യൂണിവേഴ്സിറ്റി ഡാറ്റാബേസ്, പീർ റിവ്യൂഡ് ജേർണൽസ്, ഇതൊക്കെ എന്താ നമ്മൾ ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സെമിനാർ, കോൺഫറൻസ് പേപ്പേഴ്സ്, തേസിസ് ആൻഡ് ഡെസർട്ടേഷൻസ്, റിസർച്ച് റിപ്പോർട്ട്സ് ഒക്കെ എന്താണ്, അക്കാഡമിക് മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ നോൺ അക്കാഡമിക് മെറ്റീരിയൽസിൽ പെടുന്നതാണ് ഏതൊക്കെ? ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ന്യൂസ് വെബ്സൈറ്റുകൾ, റേഡിയോ, ടെലിവിഷൻ പോലെയുള്ള പ്ലാറ്റ്ഫോംസ്, അതുപോലെ യൂട്യൂബിലും അതുപോലെയുള്ള അതർ സൈറ്റ്സിൽ നിന്നും കാണുന്ന വീഡിയോസ് ഒക്കെ, സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ വരുന്നത് എല്ലാം എന്താണ്, നോൺ അക്കാഡമിക് കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ്. Now, what is the difference between academic writing and non-academic writing? കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. I'll just go through. Academic writing il formal language, technical and formal vocabulary ആണ് യൂസ് ചെയ്യുക. നോൺ അക്കാഡമിക് റൈറ്റിംഗിൽ എന്തായിരിക്കും, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജും ഇൻഫോർമൽ ആയിട്ടുള്ള ഫ്രൈസസും സ്ലാങ്ങുകളും ഉപയോഗിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ അക്കാഡമിക് റൈറ്റിംഗിൽ നമ്മൾ ഒരിക്കലും കൊളോക്കിയൽ ഭാഷയോ അല്ലെങ്കിൽ സ്ലാങ്ങുകളോ നമ്മുടെ നാടൻ വാക്പ്രയോഗങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പലപ്പോഴും അക്കാഡമിക് റൈറ്റിംഗിൽ ഉപയോഗിക്കില്ല. അൺലെസ് ഇഫ് ദ സബ്ജക്ട് ഇസ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ ജേർണലിസം പോലെയുള്ള ഒരു വിഷയത്തിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചു എന്ന് വരാം. ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ ചിലപ്പോൾ
ഈ കൊളോക്കിയൽ ആയിട്ടുള്ള ഭാഷകളോ സ്ലാങ്ങുകളോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി കാണിച്ചു എന്ന് വരാം. അല്ലാത്ത സമയങ്ങളിലൊന്നും സബ്ജക്റ്റിൽ ആവശ്യമില്ലെങ്കിൽ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ഭാഷയാണ് അക്കാഡമിക് റൈറ്റിംഗിൽ യൂസ് ചെയ്യേണ്ടത്. സിഗ്നൽ വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദി വർക്ക്. സിഗ്നൽ വർക്ക് എന്ന് പറയുന്നത് ഓരോ പാരഗ്രാഫുകളാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്സ്. യെസ്, ബികോമിന്റെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ലിങ്ക് പോസ്റ്റ് ചെയ്യോ? ഇല്ല മോളെ, ഇതിന് ലിങ്ക് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാലോ. അല്ല, കേറാൻ പറ്റില്ല എന്താ ഒരു കുട്ടി പറയണ്ട, അതാണ്. 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കയറാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ അത് നോക്കി കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് റിപ്ലൈ കൊടുത്താൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ് ദം വെയിറ്റ്. അവരുടെ അടുത്ത് വറി ചെയ്യേണ്ട പറയും. നമ്മളിത് റെക്കോർഡിങ്ങിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ക്ലാസ്. അപ്പൊ റെക്കോർഡ് ചെയ്തത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ ചിലപ്പോ എന്താ റീസൺ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കയറാൻ പറ്റുന്നവര് കയറട്ടെ. ഓക്കെ. സോ നോൺ അക്കാഡമിക് റൈറ്റിംഗിൽ ലാംഗ്വേജ് യൂസ് സ്യൂട്ടബിൾ ഫോർ എ ലാർജർ ഓഡിയൻസ്, കുറച്ചുകൂടെ കൂടുതൽ ആളുകൾക്ക്. കാരണം അക്കാഡമിക് റൈറ്റിംഗ് നോൺ അക്കാഡമിക് റൈറ്റിംഗും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, അക്കാഡമിക് റൈറ്റിംഗ് ഇപ്പൊ ഇംഗ്ലീഷിൽ ഉള്ള ഒരു ആർട്ടിക്കിൾ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആർട്ടിക്കിൾ അല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന അതേ രീതിയിൽ ഇപ്പം ബികോമിലുള്ള ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ബികോമത്തെ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഫിസിക്സിലത്തെ ഒരു ടീച്ചർക്ക്, ഓക്കെ, അല്ലെങ്കിൽ മാത്സിലത്തെ ഒരു ടീച്ചർക്ക്, ഇവർക്ക് ആർക്കും ചിലപ്പോൾ ഞാൻ ആ സബ്ജക്ട് വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലായിന്ന് വരില്ല. അതുപോലെ തന്നെയാണ് ഫിസിക്സിലത്തെ ഒരു ആർട്ടിക്കിൾ, ഫിസിക്സും സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിള് ഞാൻ വായിച്ചാൽ എനിക്ക് ഒന്നും മനസ്സിലായിന്ന് വരില്ല. ചിലപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ എനിക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. അപ്പൊ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ആ സബ്ജക്റ്റും അല്ലെങ്കിൽ ആ ഡിസിപ്ലിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് വായിച്ചാൽ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ നോൺ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജനറലി എല്ലാ ആളുകളെയും ഉദ്ദേശിച്ച് എഴുതുന്നതാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ദ ലാംഗ്വേജ് ദേ യൂസ്, നോൺ അക്കാഡമിക് റൈറ്റിംഗിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ലാർജർ ഓഡിയൻസിനെ ഉദ്ദേശിച്ചാണ്, എല്ലാവരെയും ഉദ്ദേശിച്ചാണ്. ഫിസിക്സ് പഠിച്ച ആൾക്കാണെങ്കിലും ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാണെങ്കിലും അല്ലെങ്കിൽ മാത്സിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണെങ്കിലും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള വാക്കുകളോ അല്ലെങ്കിൽ പ്രയോഗങ്ങളോ ഒക്കെ ആയിരിക്കും ഒരു നോൺ അക്കാഡമിക് റൈറ്റിംഗിനകത്ത് ഉപയോഗിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റിംഗിനകത്ത് അക്കാഡമിക്കിൽ എന്ത് വേണം? ഫോർമൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് വേണം, വിച്ച് കണ്ടെയ്ൻസ് സ്റ്റേറ്റ്മെന്റ്. എന്ത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ വരുന്ന പാരഗ്രാഫിൽ പറയാം. സോ ബോഡി പാരഗ്രാഫുകൾ വേണം, കൺക്ലൂഡിംഗ് പാരഗ്രാഫുകൾ വേണം. അപ്പൊ അത്തരത്തിലുള്ള യാതൊരു മാനദണ്ഡങ്ങളും നോൺ അക്കാഡമിക് റൈറ്റിംഗിൽ ഇല്ല. വേണമെങ്കിൽ അവർക്ക് ഇൻട്രൊഡക്ടറി പാരഗ്രാഫുകളൊക്കെ കൊടുക്കാം, ബോഡി പാരഗ്രാഫുകൾ കൊടുക്കാം, അത് അവരുടെ താല്പര്യം. അല്ലാതെ അത്തരത്തിലൊരു എന്താ പറയുക ഇങ്ങനെ എഴുതാൻ പാടൂ എന്നുള്ളത് ഒരു നോൺ അക്കാഡമിക് റൈറ്റിംഗിൽ ഒരിക്കലും നിർബന്ധമുള്ള കാര്യം അല്ല. അതുപോലെ തന്നെ സയന്റിഫിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇലോബറേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും എന്താ പറയാ അത് എന്ത് പോയിന്റ് ആണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഉള്ള എക്സാമ്പിൾസും ഒക്കെ അക്കാഡമിക് റൈറ്റിംഗിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നോൺ അക്കാഡമിക് റൈറ്റിംഗിൽ ചിലപ്പോൾ ഒരാൾ ഒരു കാര്യം പറയുന്നുണ്ടെന്ന് വെച്ചാൽ അത് ഇന്ന സോഴ്സിൽ നിന്ന് കിട്ടി, ഇന്ന ആള് പറഞ്ഞു എന്നൊന്നും പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അക്കാഡമിക് റൈറ്റിംഗിൽ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഫറൻസിങ് അല്ലെങ്കിൽ നമ്മൾ അക്നോളജ് ചെയ്യണം, ഇന്ന ആളുടെ ഐഡിയ ആണ് അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്ന ബുക്കിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ആ ഒരു സംഭവം കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കണ്ടുപിടുത്തത്തിൽ ഏതൊക്കെ സോഴ്സുകൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അക്കാഡമിക് റൈറ്റിംഗിൽ പറഞ്ഞിരിക്കാം. വേറെയുള്ള ആളുകൾ പറഞ്ഞതോ അവരുടെ ബുക്സിൽ നിന്ന് എടുക്കുന്ന സെന്റൻസുകളോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് അക്നോളജ് ചെയ്തുകൊണ്ട് അവരെ സൈറ്റേഷൻ കാണിച്ചുകൊണ്ട്, സൈറ്റേഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന ബുക്കിൽ നിന്ന് ഇന്ന സോഴ്സ് ഇന്ന പേജ് നമ്പറിൽ നിന്നാണ് ഈ ഇത് എടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് ആ ഒരു വർക്കിന്റെ അവസാനം കൊടുക്കണം. ഓക്കെ.
അതുപോലെ തന്നെ അക്കാഡമിക് റൈറ്റിംഗിൽ ഐ തിങ്ക്, അതുപോലെ ഇൻ മൈ വ്യൂ എന്നുള്ള തരത്തിലുള്ള സെന്റൻസുകൾ, അതായത് സബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് ഒന്നും യൂസ് ചെയ്യരുത്. സബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്റെ ചിന്താഗതിയോ എന്റെ കാഴ്ചപ്പാടുകളും അല്ല അക്കാഡമിക് റൈറ്റിംഗിൽ ഉദ്ദേശിക്കുന്നത്. എഗെയിൻ അവിടെയും ഒരു വ്യത്യാസമുണ്ട്. സബ്ജക്ട് അതാണെങ്കിൽ, ഇപ്പൊ എന്റെ അടുത്ത് ഞാനൊരു സിനിമ കണ്ടു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഫിലിം എന്ന് ചോദിച്ചാൽ എനിക്ക് അവിടെ എന്ത് പറയാം? ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് ദിസ്, ഇൻ മൈ വ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ അക്കാഡമിക് ആയിട്ട് ഉള്ള എസ്സേ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം ഫിസിക്സിലോ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് സബ്ജക്ട്സിലോ ഒക്കെ എന്റെ കാഴ്ചപ്പാടിൽ ഇത് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല, അല്ലെ? ഇറ്റ് ഷുഡ് ബി പ്രൂവൺ. അപ്പൊ അവിടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ടേബിളും പ്രിസൈസ് ആയിട്ടുള്ള ഫിഗേഴ്സും റെപ്രസെന്റേഷൻസും ഗ്രാഫും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസും ഒക്കെ അക്കാഡമിക് റൈറ്റിംഗിൽ ആവശ്യമെങ്കിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഇതൊന്നും നോൺ അക്കാഡമിക് റൈറ്റിംഗിൽ നിർബന്ധമുള്ള കാര്യം അല്ല. ഇവിടെ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. ഇനി 2-3 ടേംസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ അക്കാഡമിക് റൈറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞു, അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞത് ലേഖനങ്ങളോ അതായത് ആർട്ടിക്കിൾസ്, അല്ലെ? പല ജേർണൽസിലും സയന്റിഫിക് ആയിട്ടുള്ള ജേർണൽസിലും ഒക്കെ വരുന്ന ആർട്ടിക്കിൾസ് ഒക്കെയാണ് ഈ പറയുന്ന അക്കാഡമിക് റൈറ്റിംഗ്. അല്ലെങ്കിൽ തീസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെസർട്ടേഷൻ. നമ്മുടെ PGക്ക് ഡെസർട്ടേഷൻ എന്നാണ് നമ്മൾ ഇന്ത്യയിൽ പറയുക. അതായത് പ്രൊജക്ട്, നമ്മളൊരു പ്രൊജക്ട് ചെയ്തിട്ട് ആ പ്രൊജക്ടിനെ കുറിച്ച് എഴുതി ഇൻട്രൊഡക്ഷനും എല്ലാം വെച്ച് എഴുതുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ ഡെസർട്ടേഷൻ എന്നാണ് പറയുന്നത്. PG ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റിസർച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ റിസർച്ച് ചെയ്യുന്നത് അവിടെ നമ്മൾ ആ ബുക്കിനെ, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ബുക്കിനെ തീസിസ് എന്നാണ് പറയുക, അല്ലെ? ഇപ്പൊ തീസിസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡെസർട്ടേഷൻ ആണെങ്കിലും ഇനി ഇതൊന്നും അല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിൽ നിങ്ങളൊരു ചാപ്റ്റർ ആണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു ജേർണലിൽ നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതാണ്, ഒരു ലേഖനം എഴുതുകയാണെങ്കിലും അവിടെ നമ്മൾ എഴുതുന്നത് അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല, അല്ലെ? നമ്മൾ എഴുതുന്ന ഇതിനകത്ത് എന്തൊക്കെ, അതായത് ആ ഒരു എഴുത്ത് നല്ലതാണോ എന്നുള്ളത് തീർച്ചയായിട്ടും വിലയിരുത്തും. ഒരു ഇവാലുവേഷൻ നടക്കും അവിടെ, അല്ലെ? അതിന് നല്ലതാണോ ചീത്തയാണോ, നമ്മൾ ആരെങ്കിലും മുൻപ് പറഞ്ഞത് തന്നെ ഉപയോഗിച്ച് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണോ, എവിടെന്നെങ്കിലും കോപ്പി അടിച്ചിട്ടാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഏത് തരത്തിലുള്ള അക്കാഡമിക് റൈറ്റിംഗ് ആണെങ്കിലും അവിടെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പിയർ റിവ്യൂ ആണ്. ഓക്കെ, പിയർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേഷൻ നടത്തുക. നമ്മളിപ്പോ ഞാൻ ഇംഗ്ലീഷിൽ ഒരു ലേഖനം എഴുതി, ഓക്കെ, ഇന്ത്യൻ പോയിട്രികളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ കമലാദാസിന്റെ എഴുത്തുകളെ പറ്റിയിട്ട്, കമലാദാസിന്റെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്രീസിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതി. ഓക്കെ, കമലാദാസിന്റെ ആ ഒരു വർക്കിനെ കുറിച്ച് ഞാൻ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ നാച്ചുറലി ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേറെ സബ്ജക്റ്റിലുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. എന്റെ പേരായിട്ട് നിൽക്കുന്ന, ഈ സബ്ജക്റ്റ് അറിയുന്ന, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അറിയുന്ന, ഞാനൊരു കോളേജ് അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഇതേ ലെവലിൽ നിൽക്കുന്ന ആളുകൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അതിനുത്തമം. റൈറ്റ്? സബ്ജക്ട് അറിയുന്ന ആളായിരിക്കണം എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പിയർ റിവ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈക്വൽസ്. അപ്പോ ഇതുപോലെ തന്നെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല അറിവുള്ള ഒരാള് എന്റെ ആർട്ടിക്കിൾ വായിച്ച് ഇവാലുവേറ്റ് ചെയ്ത് അതിലുള്ള പോരായ്മകളും അതിലുള്ള ഗുണങ്ങളും അതിൽ തിരുത്തേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് പിയർ റിവ്യൂ. ഇത് എല്ലാ ആർട്ടിക്കിളിലും നടക്കും, എല്ലാ ജേർണൽസിലും എല്ലാ പബ്ലിക്കേഷൻസിലും പിയർ റിവ്യൂ നടക്കുന്നുണ്ട്. ഓക്കെ, സോ പിയർ റിവ്യൂ ഈസ് ദ ഇവാലുവേഷൻ ഓഫ് വർക്ക് ബൈ വൺ ഓർ മോർ പീപ്പിൾ. ഒരാൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യില്ല, ചിലപ്പോൾ 2-3 ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കും വായിച്ച് അതിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് പറയാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് എ ഇവാലുവേഷൻ ഓഫ് വർക്ക് ബൈ വൺ ഓർ മോർ പീപ്പിൾ വിത്ത് സിമിലർ കോമ്പിറ്റൻസീസ്. സിമിലർ കോമ്പിറ്റൻസീസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്റെ സബ്ജക്ട് ഏതാണോ അല്ലെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണോ അതിന് വായിച്ചാൽ മനസ്സിലാവുന്ന തുല്യമായിട്ട് നിൽക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണിത് റിവ്യൂ ചെയ്യുക. സോ സിമിലർ കോമ്പിറ്റൻസീസ് ആസ് ദി പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദി വർക്ക്. It functions as a form of self-regulation by qualified members of a profession within the relevant field. ഇപ്പൊ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നാനോ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ, വളരെ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഒരു ആർട്ടിക്കിൾ എനിക്ക് പീർ റിവ്യൂ ചെയ്യാൻ തന്നിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. റൈറ്റ്? അപ്പൊ അത് ഏത് തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കണം? നാനോ ഫിസിക്സിൽ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുള്ള, അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അത് വായിച്ചിട്ട് അതിനെക്കുറിച്ച് റിപ്ലൈ ഇത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഷുഡ് ബി റിവ്യൂഡ് ബൈ വിത്ത് സിമിലർ കോമ്പിറ്റൻസീസ് ആസ് എ പ്രൊഡ്യൂസർ ഓഫ് ദി വർക്ക്. ആരാണോ ആ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ അതേ കഴിവും എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ള
അതേ സബ്ജക്ട് അറിയുന്ന ആള് റിവ്യൂ ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്, പിയർ റിവ്യൂ ആവുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ സെൽഫ് റെഗുലേഷൻ. നമ്മളൊരു ക്വാളിറ്റി, നമ്മൾ എഴുതുന്ന ലേഖനത്തിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വിലയിരുത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ തോന്നിയത് എഴുതി പബ്ലിഷ് എന്നുള്ള രീതിയാവും അല്ലെ. അപ്പൊ അതിനാണ് പെയർ റിവ്യൂ കൊണ്ട് ചെയ്യുന്നത്. ഇനി ബ്ലൈൻഡ് പെയർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാ ഫോറിൻ മാത്രമല്ല, ഏറ്റവും നല്ല ആർട്ടിക്കിൾസ്, നല്ല ജേർണൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ജേർണൽസ് ഒക്കെ ആണെങ്കിൽ ദേ വിൽ ഗോ ഫോർ എ ബ്ലൈൻഡ് പെയർ റിവ്യൂ. ഓക്കെ, ഇപ്പൊ ഞാനൊരു ആർട്ടിക്കിൾ എഴുതി, ഞാനത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ടീച്ചർക്ക്, എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരു ടീച്ചർക്ക് ഞാനത് വായിച്ചിട്ട് അതിനെ കുറിച്ചിട്ടുള്ള നല്ല കമന്റ്സ് പറയാൻ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് പെയർ റിവ്യൂ ആണ്. അവിടെ എന്താണ്, എനിക്കറിയാം ഈ ആർട്ടിക്കിൾ ആരാണ് വായിക്കുന്നത്, അതിനെക്കുറിച്ച് ആരാണ് കമന്റ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാം. സോ ഹൂ ഈസ് റിവ്യൂയിങ് ദാറ്റ് പെർട്ടിക്കുലർ വർക്ക് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ബ്ലൈൻഡ് പെയർ റിവ്യൂല് I will not be aware ആരാണ് ഇത് വായിക്കാൻ പോകുന്നത്, ആരാണ് ഇതിനെ കുറിച്ച് റിവ്യൂ പറയുന്നത് എന്നുള്ളത് എനിക്ക് അറിയാൻ സാധിക്കില്ല. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഫോറിൻ എൽസെവിയർ പോലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജേർണലില് ഞാനൊരു ആർട്ടിക്കിൾ കൊടുക്കുകയാണെങ്കിൽ, ഇഫ് ഐ ആം aware about who is going to read this particular thing, എനിക്ക് ആ പരിചയമുള്ള ആളാണെങ്കിൽ എനിക്ക് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഇത് ചെറിയ ചെറിയ കാര്യങ്ങളല്ല. കാരണം വലിയ ഒരു സയന്റിഫിക് ജേർണലിൽ നമ്മുടെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അവിടെ ചിലപ്പോൾ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എന്താ പറയാ മുന്തിയ ജേർണൽസ് ഒക്കെ ആണെങ്കിൽ അവര് ആർക്കൊക്കെയാണ് റിവ്യൂ ചെയ്യാൻ അയച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. എഴുതിയ ആൾക്ക് അതിനെപ്പറ്റി യാതൊരു അറിവും ഉണ്ടാവില്ല. നമ്മളത് എഡിറ്റർക്ക് അയച്ചു കൊടുക്കും. എഡിറ്റർ അത് പല ആളുകൾക്ക്, 2-3 റിവ്യൂവേഴ്സിന് അയച്ചു കൊടുക്കും. ആ റിവ്യൂവേഴ്സ് ആരാണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അവരുടെ കമന്റ്സ് മാത്രം എഡിറ്റർ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരും. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ബ്ലൈൻഡ് പീർ റിവ്യൂയിങ്. ഇപ്പൊ നമ്മൾ PG നിങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ PhD എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഡോക്ടറേറ്റ് എടുക്കുക അല്ലെ. അപ്പൊ PhD ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ബ്ലൈൻഡ് പീർ റിവ്യൂ ചെയ്യാം. നമ്മളൊരു തീസിസ് ഉണ്ടാക്കിയിട്ട് ശരിക്കും ഇപ്പൊ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ PhD ചെയ്യുന്നതെങ്കിൽ ആ ഒരു നമ്മുടെ തീസിസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു ടീച്ചർക്കും ആർക്കാണ് അയച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ പുറമെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലാതെ വേറെ കേരളത്തിൽ തന്നെ പുറമേ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക്, കേരളത്തിൽ തന്നെ കാലിക്കറ്റ് അല്ലാതെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അയക്കും. യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കും. കേരളത്തിന് പുറത്ത് ഉള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സിനും ഇത് അയച്ചു കൊടുക്കും. അങ്ങനെ 3-4 പേർക്ക്, 2 പേര് കേരളത്തിന് പുറത്തുള്ളവരൊക്കെ ആയിട്ട് പലവർക്കായിട്ട് അയച്ചു കൊടുക്കും. എന്നിട്ടാണ് അതിന്റെ ക്വാളിറ്റി കൺഫേം ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ബ്ലൈൻഡ് പീർ റിവ്യൂയിങ് ആയിരിക്കും മിക്കവാറും എല്ലാ നല്ല എന്താ പറയാ റിസർച്ച് ജേർണൽസ് ഒക്കെ സ്വീകരിക്കുന്ന മെത്തേഡ്. അപ്പൊ ദാറ്റ് ഈസ് ബ്ലൈൻഡ് പീർ റിവ്യൂയിങ്. യൂഷ്വലി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വാട്ട് ഈസ് പീർ റിവ്യൂ ആൻഡ് വാട്ട് ഈസ് ബ്ലൈൻഡ് പീർ റിവ്യൂയിങ്. So a paper submitted by a scholar for publication to a journal is sent to other scholars or reviewers by the editor of the journal without the names and other details of the writer. That is also important. ഈ ആർട്ടിക്കിൾ അയച്ചു കൊടുക്കുമ്പോൾ ഇത് ആര് എഴുതിയ ലേഖനമാണെന്നും അയച്ചു കൊടുക്കുന്ന ആളോട് പറയില്ല. അതായത് ഞാനാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ എൻ്റെ പേരും എൻ്റെ ഒഫീഷ്യൽ അഡ്രസ്സോ ഡീറ്റെയിൽസോ ഒന്നും ആ പേപ്പറിൽ ഉണ്ടാവില്ല. പ്ലെയിൻ നമ്മൾ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ മാത്രമാണ് അയച്ചു കൊടുക്കുക. അപ്പൊ എനിക്കും അറിയില്ല ഇത് ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്, ആരാണ് ഇതിനെ കുറിച്ച് കമന്റ് പറയാൻ പോകുന്നതെന്ന്. കമന്റ് ചെയ്യുന്ന റിവ്യൂവർക്കും അറിയില്ല ഇത് ആരെഴുതിയ ആർട്ടിക്കിൾ ആണെന്നുള്ളത്. Okay, so the reviewers read the paper and determine if the paper is worth publishing, and the identity of the reviewers is never disclosed to the author of the paper. So that is called as blind peer reviewing. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, സ്ലൈഡ് കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ള പ്രതീക്ഷ